കുതിപ്പിലേക്ക് പായുകയാണ് UAE. ഒപെക് അംഗത്വം ഉപേക്ഷിച്ചതിന് പിന്നാലെ UAEയിൽ എണ്ണ കണ്ടൻസേറ്റ് കയറ്റുമതി റെക്കോർഡ് ഉയരത്തിൽ. ജൂണിൽ പ്രതിദിനം 37 ലക്ഷം ബാരൽ എന്ന റെക്കോർഡ് അളവിലാണ് എണ്ണ കയറ്റുമതി ചെയ്തത്. സംഘടനകൾക്കും യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ ഉയർന്ന അളവാണിത്. 2020 ഏപ്രിലെ 34.4 ലക്ഷം ബാരൽ എന്ന പഴയ റെക്കോർഡാണ് UAE ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഒപെക് കോട്ട നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു കടന്നതോടെ വിഭവങ്ങളുടെ മൂല്യം പരമാവധി ഉയർത്താനാണ് UAEയുടെ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണികൾക്കിടയിലും ആഡ്നോക് പ്രത്യേക ടാങ്കർ സർവീസ് വഴി തടസ്സങ്ങളില്ലാതെ കയറ്റുമതി തുടർന്നു പോന്നു. ഏഷ്യൻ വിപണികൾക്ക് പുറമെ ആഫ്രിക്ക, US, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിച്ചതും നേരത്തെ സംഭരിച്ചു വെച്ചിരുന്ന എണ്ണ ശേഖരം വിപണിയിൽ എത്തിച്ചതുമാണ് കയറ്റുമതി ഉയരാനുള്ള പ്രധാന കാരണം. ആഗോള ഊർജ്ജ വിപണിയുടെ ഗതിമാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരു നിർണായകമായ സംഭവ വികാസം തന്നെയാണ് ഇത്. പതിറ്റാണ്ടുകളായി ഒപെക് എന്ന ഉൽപാദക കൂട്ടായ്മയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന UAE സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് കൈക്കൊണ്ട ഈ തീരുമാനം എണ്ണ വിപണിയിലെ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തി കുറിക്കുന്നവയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് UAE എത്തിയത് എന്നും ഇതിന്റെ ചരിത്രപരമായ വേരുകൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനാദ്യം ഒപെകിന്റെ ഉത്ഭവത്തിലേക്ക് കടക്കണം. ഒപെകിന്റെ ഉത്ഭവത്തിലേക്ക് നോക്കിയാൽ 1960കളിൽ പാശ്ചാത്യ എണ്ണ കമ്പനികളുടെ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത്. ഉൽപാദനം നിയന്ത്രിക്കുന്നതിലൂടെ വിലയെ സ്വാധീനിക്കുക എന്നതായിരുന്നു ഒപെകിന്റെ അടിസ്ഥാന തന്ത്രം. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആഗോള ഊർജ്ജ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നത്. എണ്ണ ഉൽപാദനത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളും വിപുലമായ സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്ത UAE പോലുള്ള രാജ്യങ്ങൾക്ക് പഴയ കോട്ടാ സമ്പ്രദായം തങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായിട്ട് തോന്നി തുടങ്ങുകയാണ്. തങ്ങളുടെ വിഭവങ്ങളുടെ മൂല്യം പരമാവധി വിപണിയിൽ എത്തിക്കുക എന്നത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിന്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് ഇവിടെ ഏറെ നിർണായകമാണ്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണപാതയാണ്. ഇവിടെ നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സുരക്ഷാ ഭീഷണികളും ആഗോള എണ്ണ വിതരണത്തെ പലപ്പോഴും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ കയറ്റുമതി തടസ്സമില്ലാതെ തുടരാൻ UAE കാണിച്ച ഇച്ഛാശക്തി ഏറെ ശ്രദ്ധേയമാണ്. ആഡ്നോക് പ്രത്യേക ടാങ്കർ സർവീസുകൾ ഉപയോഗിച്ച് വിതരണ ശൃംഖലയെ സുരക്ഷിതമാക്കിയത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എണ്ണ വിപണിയിൽ UAE ഒരു വിശ്വസനീയമായ പങ്കാളിയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ആഗോളതലത്തിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ UAE സ്വീകരിച്ച മാർഗങ്ങൾ വളരെ ആസൂത്രിതവുമായിരുന്നു. ഒപെക് നിയന്ത്രണങ്ങളിൽ നിന്ന് പുറത്തു വന്ന ഉടൻ തന്നെ തങ്ങളുടെ പൂർണ്ണ ഉൽപാദന ശേഷി വിനിയോഗിക്കാൻ അവർക്ക് സാധിച്ചു. ഒപ്പം നേരത്തെ സംഭരിച്ചു വെച്ചിരുന്ന എണ്ണ ശേഖരം വിപണിയിൽ എത്തിച്ചത് വിപണിയിൽ ഉണ്ടായിരുന്ന ഉയർന്ന ആവശ്യകതയെ നേരിടാനും സഹായിച്ചു. ഏഷ്യൻ വിപണികൾക്കപ്പുറം ആഫ്രിക്ക, US, യൂറോപ്പ് എന്നീ പുതിയ വിപണികളിലേക്ക് തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചത് UAEയുടെ വിപണന തന്ത്രത്തിലെ പക്വതയും വ്യക്തമാക്കുന്നു. ഈ തീരുമാനത്തിന്റെ പിന്നാലെ സാമ്പത്തിക യുക്തി വളരെ ലളിതമാണ്. എണ്ണ വരുമാനം മാത്രം ആശ്രയിച്ചു നിൽക്കാതെ വൈവിധ്യവൽകൃത സമ്പദ് വ്യവസ്ഥയിലേക്ക് നീങ്ങുന്ന UAEക്ക് വലിയ തോതിലുള്ള മൂലധനം ആവശ്യമാണ്. എണ്ണയുടെ വിലയും അളവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിൽ നിന്ന് മാറി കയറ്റുമതിയുടെ അളവ് വർദ്ധിപ്പിച്ച് ഉയർന്ന വരുമാനം ഉറപ്പാക്കുക എന്നതാണ് അവരുടെ തന്ത്രം. ഇത് രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാങ്കേതിക മുന്നേറ്റത്തിനും കൂടുതൽ കരുത്തും പകരും. സമകാലിക പ്രസക്തി നോക്കിയാൽ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഉൽപാദക രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ തീരുമാനങ്ങൾക്കപ്പുറം ഓരോ രാജ്യത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും സാമ്പത്തിക ആവശ്യങ്ങൾക്കും മുൻഗണന നൽകാം എന്ന പുതിയൊരു സംസ്കാരം ഇവിടെ രൂപപ്പെടുന്നു. UAEയുടെ ഈ വിജയം മറ്റു ഉൽപാദക രാജ്യങ്ങൾക്കിടയിൽ സമാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. ഇതൊരു ചെറിയ കാലയളവിലെ നേട്ടം മാത്രമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ UAEയെ ആഗോള ഊർജ്ജ ഭൂപടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി ഉയർത്താൻ സഹായിക്കുന്ന ഒരു നീക്കമാണ്. ഹോർമുസ് കടലിടുക്കിലെ വെല്ലുവിളികൾക്കിടയിലും 37 ലക്ഷം ബാരൽ എന്ന റെക്കോർഡ് കയറ്റുമതി കൈവരിച്ചത് അവരുടെ വിതരണ ശേഷിയുടെയും ആസൂത്രിത മികവിന്റെയും തെളിവ് തന്നെയാണ്. ഒപെക് എന്ന വലിയ ചട്ടക്കൂടിൽ നിന്ന് മാറി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിലൂടെ UAE തങ്ങളുടെ വിദേശ നയത്തിലും സാമ്പത്തിക നയത്തിലും പുതിയൊരു ദിശാബോധം നൽകിയിരിക്കുന്നു. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഈ ആഗോള സാഹചര്യത്തിൽ UAEയുടെ എണ്ണ കയറ്റുമതി വിപണിയിലെ അനിശ്ചിതത്വത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. വിപണിയിൽ കൂടുതൽ വിതരണം ഉറപ്പാക്കുന്നതിലൂടെ വലിയ വിലയെ നിയന്ത്രിക്കാനാവുകയും അതുവഴി ആഗോള സമ്പദ് വ്യവസ്ഥയെ സഹായിക്കാനും UAEക്ക് കഴിയുന്നു. ഇത് അവരുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എണ്ണ വിപണിയിലെ ഒരു ചെറിയ മാറ്റം മാത്രമല്ല ഇത്. ദശകങ്ങളായി പിന്തുടർന്നു പോന്ന ഒരു ശീലത്തെയും സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി ഉറപ്പാക്കാനുള്ള UAEയുടെ ധീരമായ തീരുമാനമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ചരിത്രത്തിന്റെ ഭാഗമായിരുന്ന ഒപെക് അംഗത്വത്തിൽ നിന്ന് പുറത്തു വന്ന് സ്വന്തം വിപണന തന്ത്രങ്ങൾ മെനയുന്ന UAE ഇപ്പോൾ ആഗോള ഊർജ്ജ വിപണിയിലെ താരം തന്നെയാണ്.
വരും കാലങ്ങളിൽ ഈ നീക്കം മറ്റ് രാജ്യങ്ങളുടെ ഊർജ്ജ നയങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്നത് തീർച്ചയായും ലോകം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. അനിശ്ചിതത്വങ്ങളുടെ നടുവിലും സ്വന്തം ശേഷിയിൽ വിശ്വസിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ മുന്നേറുന്ന UAEയുടെ ഈ ചുവടുവയ്പ് ചരിത്രത്തിന്റെ പുസ്തകത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തപ്പെടും. ഊർജ്ജ മേഖലയിലെ ഈ പുതിയ അധ്യായം വരും തലമുറകൾക്ക് വലിയ പാഠങ്ങൾ നൽകുന്നതായിരിക്കുമെന്ന് നിസ്സംശയം പറയാം. ഇനിയുള്ള കാലം UAEയുടെ തന്ത്രപരമായ നീക്കങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. UAEയുടെ ഈ നിർണായക തീരുമാനം ആഗോള എണ്ണ വിപണിയിലും ഒപെക് കൂട്ടായ്മയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതല്ല എന്ന് ആവർത്തിക്കുകയാണ്. ഇതൊരു സാമ്പത്തിക നീക്കം എന്നതിലുപരി ഊർജ്ജ നയതന്ത്രത്തിന്റെ വലിയൊരു ഭൗമരാഷ്ട്രീയ മാറ്റം തന്നെയാണ്. ഒപെക് എന്ന സംഘടനയുടെ കരുത്ത് അതിന്റെ അംഗരാജ്യങ്ങളുടെ കൂട്ടായ ഉൽപാദന നിയന്ത്രണത്തിലാണുള്ളത്. UAE പോലെ സാമ്പത്തിക ഭദ്രതയും വലിയ ഉൽപാദന ശേഷിയുമുള്ള ഒരു രാജ്യം കോട്ട വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കുന്നത് സംഘടനയുടെ നിയന്ത്രണ ശേഷിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഒപെക്കിന്റെ തീരുമാനങ്ങൾ ഇനി പൂർണ്ണാർത്ഥത്തിൽ വിപണിയെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുന്നു. UAEയുടെ മാതൃക പിന്തുടർന്ന് മറ്റ് രാജ്യങ്ങളും കോട്ട ലംഘനത്തിനോ അല്ലെങ്കിൽ സംഘടനയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനോ മുതിർന്നാൽ ഒപെക് എന്ന പ്രസ്ഥാനം തന്നെ അപ്രസക്തമായേക്കാം. ഇത് വിപണിയിൽ ഗ്രൂപ്പിസം അവസാനിപ്പിക്കാനും ഓരോ രാജ്യവും സ്വന്തം താല്പര്യത്തിന് മുൻതൂക്കം നൽകുന്ന സ്വതന്ത്ര വിപണിയിലേക്ക് നീങ്ങാനും കാരണമായിരിക്കും. ഇക്കാലം വരെ എണ്ണയുടെ വില നിയന്ത്രിച്ചിരുന്നത് ഒപെക് വിതരണം കുറച്ചുകൊണ്ടായിരുന്നു. എന്നാൽ UAEയുടെ ഉൽപാദനം റെക്കോർഡ് വിലയിൽ ഉയർത്തുമ്പോൾ അത് വിപണിയിൽ എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് സ്വാഭാവികമായും എണ്ണവിലയിൽ സമ്മർദ്ദവും ചെലുത്തും. വില കുതിച്ചുയരാൻ ആഗ്രഹിക്കുന്ന ഒപെക് രാജ്യങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാണ്. വിപണിയിൽ കൂടുതൽ വിതരണം ഉണ്ടാകുമ്പോൾ വില സ്ഥിരത കൈവരിക്കാൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും. എന്നാൽ ഉൽപാദക രാജ്യങ്ങളുടെ വരുമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഈ മത്സരം എണ്ണയുടെ ആഗോള വിപണിയിലെ വില നിർണയ രീതിയിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരിക. അമേരിക്കൻ ഇടപെടൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. UAE നേരത്തെ തന്നെ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഒപെക് കോട്ടകളിൽ നിന്ന് മാറി സ്വന്തം വിപണന തന്ത്രം മെനയുമ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് എണ്ണ ലഭ്യത എളുപ്പമാക്കുന്നുണ്ട്. ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ വിപണികളിലേക്ക് UAE ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റഷ്യൻ അല്ലെങ്കിൽ മറ്റ് ഒപെക് രാജ്യങ്ങളുടെ വിപണി വിഹിതം പിടിച്ചെടുക്കാൻ അവരെ സഹായിക്കും. ഇത് ഊർജ്ജ വിപണിയിൽ പുതിയൊരു ചേരിതിരിവിനും കാരണമായിരിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരക്ഷാ വെല്ലുവിളികളും ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളുമാണ്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കയറ്റുമതിയിൽ അഡ്നോക് കാണിച്ച ആത്മവിശ്വാസം മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്ക് വലിയൊരു പാഠമാണ്. സംഘർഷങ്ങൾക്കിടയിലും കയറ്റുമതി തടസ്സമില്ലാതെ നടക്കുമെന്ന് തെളിയിച്ചതിലൂടെ എണ്ണ വിതരണത്തിൽ ഒരു സുരക്ഷിത പാത എന്ന നിലയിലേക്ക് UAE ഉയർന്നു കഴിഞ്ഞു. ഇത് വരും കാലങ്ങളിൽ വലിയ നിക്ഷേപങ്ങൾ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള വഴിയൊരുക്കും. അറേബ്യൻ ഉപദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയ സമവാക്യങ്ങൾ, ഒപെക്കിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE ഈ നിലപാടിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഉൽപാദന നിയന്ത്രണത്തെ ചൊല്ലി നേരത്തെ തന്നെ UAEയും സൗദിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ മാറ്റം അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ നേതൃത്വ മത്സരത്തെയും സ്വാധീനിച്ചേക്കാം. ആഗോള ഊർജ്ജ നയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ UAE കൂടുതൽ സ്വതന്ത്രമായ തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നത് സൗദി UAE ബന്ധത്തിൽ പുതിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുക. UAEയുടെ ഈ നീക്കം ആഗോള ഊർജ്ജ ഭൂപടത്തെ കൂടുതൽ മത്സരാധിഷ്ഠിതമായ ഒന്നാക്കി മാറ്റുകയാണ്. ഒപെക്കിന്റെ കാലഹരണപ്പെട്ട നിയന്ത്രണങ്ങൾക്കപ്പുറം സാങ്കേതികവും തന്ത്രപരവുമായ മുൻതൂക്കം ഉപയോഗിച്ച് വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒപെക് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള വളരെ ഗൗരവകരമായ ആലോചനകൾക്ക് വഴിവെക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇനിയുള്ള കാലം വിപണി തീരുമാനിക്കുന്നത് ഒപെക് മീറ്റിംഗുകളിലെ കോട്ടകളൊന്നുമല്ല, മറിച്ച് ഓരോ രാജ്യത്തിന്റെയും ഉൽപാദന ശേഷിയും തന്ത്രപരമായ വിതരണ ശേഷിയും തന്നെയാണ്. അപ്പോൾ ഈ UAEയുടെ ഈ ചരിത്രപരമായ തീരുമാനത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുമെന്ന് കമന്റായി രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.